Next topic, respiration and excretion. അപ്പോൾ റെസ്പിറേഷനും എക്സ്ക്രീഷനും വേണ്ടിയിട്ട് there are no special cell organelles or organs. All these functions are done by the pellicle. The waste, nitrogenous waste take place through elimination of nitrogenous waste take place through pellicle, and the exchange of gases also takes place through pellicle by simple diffusion. അപ്പോൾ oxygen from surrounding water diffuses in and carbon dioxide from the body fluid diffuses out. ഇതാണ് ഇവിടെ നടക്കുന്നത്. This diffusion always takes place in a tension gradient. ഈ നൈട്രജനസ് വേസ്റ്റൊക്കെ believed to diffuse out in a dissolved state in a concentration gradient. How insoluble compounds such as CA3PO42 are eliminated is not definitely understood. ഇനി നമുക്ക് ഓസ്മോ റെഗുലേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓസ്മോ റെഗുലേഷൻ മെയിൻറ്റെയിൻ ദ പ്രോപ്പർ ആൻഡ് കോൺസ്റ്റൻറ്റ് ഓസ്മോട്ടിക് എക്വിലിബ്രിയം ബിറ്റ്വീൻ ദ ബോഡി ഫ്ലൂയിഡ് ആൻഡ് ദ സറൗണ്ടിങ് മീഡിയം. പാരമീഷ്യത്തിൽ ഇറ്റ്സ് എഫക്റ്റഡ് ബൈ കമ്പൈൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ കോൺട്രാക്ടൈൽ വാക്യൂൾസ് ആൻഡ് ദിയർ ഫീഡർ കനാൽസ്. നമ്മൾ കോൺട്രാക്ടൈൽ വാക്യൂൾസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ഓസ്മോ റെഗുലേഷനിൽ പാരമീഷ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ റോളുണ്ട്, നമുക്കത് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ പാരമീഷ്യത്തിൻ്റെ ബോഡി ഫ്ലൂയിഡ് മസ്റ്റ് ഓൾവേസ് ബി കെപ്റ്റ് ഇൻ ഹൈപ്പർടോണിക് ടു ദ സറൗണ്ടിങ് ഫ്രഷ് വാട്ടർ. ഹൈപ്പർടോണിക് ആയിട്ടായിരിക്കണം, ഫ്രഷ് വാട്ടറിനായിട്ട് ഹൈപ്പർടോണിക്കിനായിട്ടായിരിക്കണം പാരമീഷ്യത്തിൻ്റെ ബോഡി ഫ്ലൂയിഡ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ്? ദിസ് ഈസ് എഫക്റ്റഡ് ബൈ എക്സ്പെല്ലിങ് ദ സർപ്ലസ് വാട്ടർ ഫ്രം വിത്തിൻ ദ ബോഡി. അപ്പോൾ സർപ്ലസ് ആയിട്ടുള്ള വാട്ടർ ബോഡിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്ന വഴിയാണ് ഇത് സംഭവിക്കുന്നത്. ഇൻസൈഡ് ദ ബോഡി വാട്ടർ കണ്ടൻറ്റ് മേ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ വാട്ടർ എങ്ങനെയൊക്കെ ഇതിലേക്ക് വരാം? ഇൻസൈഡ് ദ ബോഡിയിലേക്ക് വാട്ടർ എങ്ങനെയൊക്കെ ആവാൻ വരുന്നത്? ബൈ എൻഡോസ്മോസിസ് ഫ്രം ഔട്ട്സൈഡ്, ബൈ മെറ്റബോളിക് പ്രൊഡക്ഷൻ, ബൈ ഇൻജെക്ഷൻ. എൻഡോസ്മോസിസ് വഴിയും മെറ്റബോളിക് പ്രൊഡക്ഷൻ വഴിയും അതേപോലെ തന്നെ ഇൻജെക്ഷൻ ഡ്യൂറിങ് ഫീഡിങ് വഴിയായിരിക്കാം വെള്ളം ഓർ ദ വാട്ടർ കംസ് ഇൻസൈഡ് ദ ബോഡി. ഇനി എക്സസ് ആയിട്ടുള്ള വാട്ടർ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. All the excess water is collected by terminal portions of the feeder canal. നമ്മൾ 3 പോർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഫീഡർ കനാലിന്. അപ്പോൾ ടെർമിനൽ പോർഷൻ ഈ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ കളക്ട് ചെയ്യും. ആൻഡ് ദെൻ ഇറ്റ്സ് സ്റ്റോർഡ് ഇൻ ആംബുള്ളെ. ആംബുള്ളയിലാണ്, രണ്ടാമത്തെ പാർട്ട് പറഞ്ഞ ആംബുള്ളയിലാണ് ഇത് സ്റ്റോർ ചെയ്യുക. വെൻ ദ ആംബുള്ളെ ഗെറ്റ് ഫിൽഡ് വിത്ത് വാട്ടർ, ആംബുള്ളെ വാട്ടർ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കോൺട്രാക്ട് ആൻഡ് ഡിസ്ചാർജ് ദേ കണ്ടൻസ് ടു ദ സെൻട്രലി ലൊക്കേറ്റഡ് കോൺട്രാക്ടൽ വാക്യൂൾ ത്രൂ ഇൻജെക്ടർ കനാൽസ്. നമ്മളപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഇൻജെക്ടർ കനാലാണ് ഫ്ലൂയിഡൊക്കെ കോൺട്രാക്ടൽ വാക്യൂൾസിന് കൊടുക്കുന്നത്. അപ്പോൾ ആംബുള്ളയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻജെക്ടർ കനാൽസ് വഴി വെള്ളം വാട്ടർ ഇസ് ഗിവൺ ടു ദ കോൺട്രാക്ടൽ വാക്യൂൾ. അപ്പോൾ ആ ടൈമിൽ നൗ ദ കോൺട്രാക്ടൽ വാക്യൂൾ എൻലാർജസ് ആൻഡ് ഇവൻച്വലി ഗ്രോസ് ടു ഇറ്റ്സ് മാക്സിമം സൈസ്. മാക്സിമം സൈസിലേക്ക് വരുന്നു. മാക്സിമം സൈസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോൺട്രാക്ട് സഡൻലി ആൻഡ് കൊളാപ്സസ് ആൻഡ് എംപ്റ്റീസ് ഇറ്റ്സ് കണ്ടൻസ് ടു ദ ഔട്ട്സൈഡ് ത്രൂ എ സ്മോൾ ഡോർസൽ ഓപ്പണിംഗ്. ഡോർസലിൽ സ്മോൾ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത് വഴി ഇത് കോൺട്രാക്ട് ചെയ്ത വെള്ളം മുഴുവൻ അതുവഴി പുറത്തേക്ക് വിടുന്നു. അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി എ ന്യൂ കോൺട്രാക്ടൽ വാക്യൂൾ അപ്പിയേഴ്സ് ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പം തന്നെ വേറൊരു കോൺട്രാക്ടൽ വാക്യൂൾസ് അതിൻ്റെ സ്ഥാനത്ത് വരും. ഷോർട്ട്ലി ആഫ്റ്റർ കോൺട്രാക്ഷൻ ദ ഫീഡർ കനാൽസ് ഡൈലേറ്റ് ഫോർ റീഫില്ലിങ്. ഇതിൻ്റെ കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫീഡർ കനാൽസ് ഓൺ ഡ്യൂട്ടിയിലേക്ക് കടക്കും, വീണ്ടും റീഫില്ലിങ്ങിൻ്റെ ജോബിലേക്ക് കടക്കും. കോൺട്രാക്ഷൻ ഫേസിനെ പറയുന്ന പേരാണ് സിസ്റ്റോൾ. ഫേസ് ഓഫ് ദ ഡൈലേഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡയസ്റ്റോൾ. സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. The diastole of contractile vacuole is initiated by systole of the feeder canals. The branching tubules associated with each feeder canal open to during its diastole, but they remain closed during the systole of the feeder, probably to prevent the backflow from the feeder. It's believed that surrounding the contractile vacuole there are fibrous contractile elements. ഇതിൻ്റെ കോൺട്രാക്ടൈൽ വാക്യൂളിന് ചുറ്റും ഫൈബ്രസ് ആയിട്ടുള്ള കോൺട്രാക്ടൈൽ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിച്ച് എക്സേർട്ട് പ്രഷർ upon the vacuole to initiate systole. Still, the completion of fluid expulsion depends upon a combination of the contractile pressure of the vacuole and the hydrostatic pressure of the cytoplasm.
Contractile activity of contractile vacuoles is rhythmic. അപ്പോൾ ഈ കോൺട്രാക്റ്റൽ വാക്യൂൾസിൻ്റെയും ഫീഡർ കനാൽസിൻ്റെയും ഫങ്ഷനിങ് requires enormous energy expenditure and vigorous mitochondrial activity. For this, large numbers of mitochondria remain strategically stationed around the contractile vacuoles. In order to exert osmoregulatory control exert ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റൽ വാക്യൂൾസ് എക്സ്പെൽസ് എ ഫ്ലൂയിഡ് ഓഫ് ലോ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഓസ്മോലാരിറ്റി ഇൻ ദ കോൺട്രാക്റ്റൽ വാക്യൂൾ is found to be much less than that of cytoplasm and much higher than that of the surrounding medium. Contractile vacuole produces such a fluid which is hypotonic to the cytoplasm through ionic regulation. ഇനി അയണിക് റെഗുലേഷൻ എന്താണെന്ന് പറയാം. അതാണ് അടുത്ത ഫങ്ഷൻ. അയണിക് റെഗുലേഷൻ എന്ന് പറയുന്നത് is closely coupled to the regulation of water content. It essentially involves two sets of physiological mechanisms as follows: selective expulsion of Na+ ions and retention of K+ ions by contractile vacuoles. Expulsion Na+ ൻ്റെ എക്സ്പെൽഷനും K+ൻ്റെ റിട്ടൻഷനും ഇത് ഇൻവോൾവ് ബൈ കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ആണിത് ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ ഇൻവോൾവ് ചെയ്യുന്നത് ആക്റ്റീവ് അപ്ടേക്ക് ഓഫ് സോഡിയം, പൊട്ടാഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് അയോൺസ് ആൻഡ് ആക്റ്റീവ് എക്സ്ട്രക്ഷൻ ഓഫ് കാൽസ്യം, സോഡിയം ആൻഡ് ക്ലോറൈഡ് അയോൺസ്. ഇനി നമുക്ക് റീപ്രൊഡക്ഷനെ കുറിച്ച് പറയാം. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദി ടോപ്പിക് റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ പാരമീഷ്യം റീപ്രൊഡ്യൂസസ് അസെക്ഷലി ആയിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക ബൈ ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ. ഡിവിഷൻ ഓഫ് ദി പ്ലെയിൻ ഓഫ് ദ ഡിവിഷൻ കട്ട്സ് അക്രോസ് ദ കൈനറ്റിക്സ്. ഫിഷൻ എങ്ങനെ ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമീഷ്യത്തിൻ്റെ ഡൾനെസ്സും അല്ലെങ്കിൽ ലോ റേറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വഴിയാണ് ഇത് ബിഗിൻ ചെയ്യുക. ബോത്ത് മൈക്രോന്യൂക്ലിയസ് ആൻഡ് മാക്രോന്യൂക്ലിയസ് എൻലാർജ് ചെയ്യും. മൈക്രോന്യൂക്ലിയസും മാക്രോന്യൂക്ലിയസും എൻലാർജ് ചെയ്തതിന് ശേഷം they elongate and then divide. മൈക്രോന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലിയും മാക്രോന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലിയാണ് ഇപ്പോൾ ഈ സമയത്ത് ഡിവൈഡ് ചെയ്യുക. മൈക്രോന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്ന വിത്ത് ക്ലോസ്ഡ് സ്പിൻഡിൽ. അതേപോലെ തന്നെ മാക്രോന്യൂക്ലിയസ് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ബൈ കൺസ്ട്രിക്ഷൻ. The mitotic division of the micronucleus is unique that the nuclear envelope does not disappear at all. Nuclear envelope of micronucleus will never disappear. This is a unique feature of this thing. Nuclear division is accompanied by several other changes also. ഇത് മാത്രമല്ല വേറെ പല ചേഞ്ചസും ഇൻക്ലൂഡ് ചെയ്യും. Across the middle of the body of a cleavage furrow constriction appears. അതേപോലെ തന്നെ പാരൻ്റൽ ഓറൽ ഗ്രൂവ് ഡിസപ്പിയർ ചെയ്യും ആൻഡ് എ ഫ്യൂ വൺ ഇസ് ഫോംഡ് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദ ബോഡി. ഈ രണ്ട് ഹാഫിലും പുതിയതായിട്ട് ഓറൽ ഗ്രൂവ് പ്രത്യക്ഷപ്പെടും. ന്യൂ കോൺട്രാക്റ്റൽ വാക്യൂൾ ഓൾസോ അപ്പിയേഴ്സ് ഇൻ ഈച്ച് ഹാഫ്. രണ്ട് ഹാഫിലും വേറെ കോൺട്രാക്റ്റൽ വാക്യൂൾസ് കൂടി വരും. Now the cleavage furrow deepens. അതിനുശേഷം സൈറ്റോപ്ലാസ്മിക് ക്ലീവേജ് ഡീപ്പൻ ചെയ്യും. ഇതിൻ്റെ ക്ലീവേജ് ഡീപ്പൻസ് ചെയ്യുന്നത് വഴി ഇറ്റ് റിസൾട്ട് ഇൻ സൈറ്റോപ്ലാസ്മിക് ക്ലീവേജ് ഓർ സൈറ്റോകൈനൻസിസ് ആൻഡ് ദ ഡിവിഷൻ ഓഫ് ദ പാരന്റ് ബോഡി ഇൻ ടു 2 halves. Each half becomes a daughter individual. The whole process of binary fission is completed in about 2 hours and is repeated in 2 to 4 times a day. Then the daughter paramecium produced from the anterior half of the parent is called proter, and the other one produced from the posterior half of the parent is called opisthia. It has been roughly estimated that 600 odd generations may be produced every year so long as food supply is optimal and environmental conditions are favorable. Okay. Through the successive generationൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലാർജ് കോളനി ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് വൺ ആൻഡ് ദ സെയിം പാരൻ്റ് ഇസ് നോൺ ആസ് എ ക്ലോൺ. അപ്പോൾ ഇതിനെ പറയുന്ന സെക്ഷലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഈ ഇൻഡിവിജ്വൽസിനെ പറയുന്ന പേരാണ് ക്ലോൺ. ദ മെമ്പേഴ്സ് ഓഫ് എ ക്ലോൺ ആർ ജെനറ്റിക്കലി സിമിലർ ഓർ ഐഡൻറ്റിക്കൽ. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള കോൺജുഗേഷനിലേക്കാണ് പോകുന്നത്. കോൺജുഗേഷൻ എസ്സേ ആയിട്ടും 5 മാർക്കായിട്ടും ഒരേപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സംഭവം ഒരുപാടുണ്ടെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോൺജുഗേഷൻ.
അപ്പോൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ സക്സസീവ് ജനറേഷനിൽ ഇങ്ങനെ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. വെരി ഓഫൺ ആഫ്റ്റർ സെവറൽ സക്സസീവ് ജനറേഷൻസ് ഓഫ് ബൈനറി ഫിഷൻ പാരമീഷ്യം അണ്ടർഗോസ്. പാരമീഷ്യം എന്ത് ചെയ്യും? ന്യൂക്ലിയർ റീഓർഗനൈസേഷൻ ബൈ എ പാരാസെക്ഷൽ പ്രോസസ്സ് വഴി ന്യൂക്ലിയർ റീഓർഗനൈസേഷൻ അണ്ടർഗോ ചെയ്യും. ദിസ് പാരാസെക്ഷൽ പ്രോസസ് ഈസ് കോൾഡ് കോൺജുഗേഷൻ. Conjugation എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ജനറ്റിക് റീകോമ്പിനേഷൻ ഇൻ വിച്ച് two compatible mating types of paramecia meet in pair, undergo partial and temporary union, which will exchange their micronuclear materials and then part from each other and undergo division. അപ്പോൾ ഈ മെയ്റ്റ് ചെയ്യുമ്പോൾ ഒരേ ഇതിലുള്ളതെല്ലാം മെയ്റ്റ് ചെയ്യാം. ഓക്കെ, it has been shown that conjugation is not possible between two individuals. ഏതെങ്കിലും രണ്ട് ഇൻഡിവിജ്വൽസ് വഴിയിട്ട് മേറ്റിംഗ് നടക്കില്ല. അപ്പോൾ ഈ സ്പീഷീസ് ഓഫ് പാരമീഷ്യം ഹാസ് സെവറൽ വെറൈറ്റീസ്. അപ്പോൾ കോൾഡ് സിംഗൻസ് എന്നാണ് പറയുക. പാരമീഷ്യത്തിൻ്റെ സ്പീഷീസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കോൾഡ് സിംഗൻസ്. ഈ സിംഗൻസ് ഇൻ ടേൺ കൺസിസ്റ്റ് ഓഫ് സെവറൽ മേറ്റിംഗ് ടൈപ്സ്. അതേപോലെ തന്നെ സിംഗൻസിൽ ദേ ഷോ സെവറൽ മേറ്റിംഗ് ടൈപ്സ്. കോൺജുഗേഷൻ ഏവരൊക്കെ തമ്മിലാണ് നടക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗനിലുള്ള രണ്ട് മേറ്റിംഗ് ടൈപ്പ് വഴിയാണ് നടക്കുക. കോൺജുഗേഷൻ മെമ്പേഴ്സ് ഓഫ് ടു മേറ്റിംഗ് ടൈപ്സ് ഓഫ് ദ സെയിം സിംഗൻ. Since conjugation involves nuclear exchange, amphimosis and genetic recombination, it's often regarded as a form of parasexual reproduction. ഓക്കെ, ഇനി ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ കോൺജുഗേഷൻ്റെ ടൈമിൽ ഉണ്ടാവുക നോക്കുക. കോൺജുഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്, അതിൻ്റേതായ സീരിയസ്നെസ്സിൽ തന്നെ പഠിക്കുക. കോൺജുഗേഷൻ, ഡ്യൂറിങ് കോൺജുഗേഷൻ രണ്ട് കോൺജുഗൻസും ബോത്ത് കോൺജുഗൻസ് വെരി ക്ലോസ്ലി അദർ ടുഗദർ ബൈ ദിയർ വെൻട്രൽ സർഫസസ്. രണ്ട് കോൺജുഗൻസും അടുത്തേക്ക് വരും, വെൻട്രൽ സർഫസ് വഴി അടുത്തേക്ക് വന്നിട്ട് അതർ റീജിയൻ ഓഫ് ദ കോണ്ടാക്ട് രണ്ടും കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ പെല്ലിക്കിളും കോർട്ടെക്സും ഡിസോൾവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു സൈറ്റോപ്ലാസ്മിക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് നോൺ ആസ് എൻഡോപ്ലാസ്മിക് കണ്ടിന്യൂറ്റി ഒരു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ, ഈസ് എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ കോൺജുഗൻസ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എൻഡോപ്ലാസ്മിക് ബ്രിഡ്ജ്. അപ്പം തന്നെ ഉടനെ തന്നെ മൈക്രോന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഡിസപ്പിയർ ചെയ്യുന്നു. അതിനുശേഷം മാക്രോന്യൂക്ലിയസ് ഡിസപ്പിയർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദ മൈക്രോന്യൂക്ലിയസ് അണ്ടർഗോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി ഡൗട്ട് ഉണ്ടാക്കുന്നതും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ മൈക്രോന്യൂക്ലിയസ് ഡിസപ്പിയർ ചെയ്തതിന് ശേഷം ദ മൈക്രോന്യൂക്ലിയസ് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഗീവ്സ് റൈസ് ടു 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ. അപ്പോൾ 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയയ്ക്ക് ഈ മൈക്രോന്യൂക്ലിയസ് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് 4 ഡിപ്ലോയിഡ് ന്യൂക്ലിയയ്ക്ക് ജന്മം കൊടുക്കുന്നു. അപ്പം തന്നെ അതിനുശേഷം 3 of them soon disappear. The remaining 1 undergoes an unequal mitosis. പെട്ടെന്ന് തന്നെ ഈ ഒരെണ്ണമുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയൈ അൺഈക്വൽ മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യുന്നു. ഗീവ്സ് റൈസ് ടു 2 unequal nuclei. അപ്പോൾ ഇതിലുള്ള ലാർജർ ന്യൂക്ലിയസിൻ്റെ പേര് സ്റ്റേഷനറി പ്രോന്യൂക്ലിയസ് എന്നാണ്. സ്മോളർ വൺ ഇസ് എ മൈഗ്രേറ്ററി പ്രോന്യൂക്ലിയർ. ഇത് ഈ രണ്ടിലും കോണ്ടാക്ട് ചെയ്ത് 2 കോൺജുഗൻറ്റും സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. രണ്ടിലും ഇത് സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മൈഗ്രേറ്ററി പ്രോന്യൂക്ലിയസ് ഓഫ് ഈച്ച് കോൺജുഗൻറ്റ് സൂൺ മൂവ്സ് ടു ദ അതർ കോൺജുഗൻറ്റ് മൈഗ്രേറ്ററി ആൻഡ് ഫ്യൂസ് വിത്ത് ഇറ്റ് സ്റ്റേഷനറി പ്രോന്യൂക്ലിയസ്. മനസ്സിലായില്ലേ? മൈഗ്രേറ്ററി കോൺജുഗൻസ് അപ്പുറത്തിലേക്ക് പോവും, അതിലുള്ള ആ കോൺജുഗൻറ്റിലുള്ള മൈഗ്രേറ്ററി ന്യൂക്ലിയസ് ഇങ്ങോട്ട് വരും, എന്നിട്ട് 2 കൂടി ഫ്യൂസ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ഈ മൈഗ്രേറ്ററി പ്രോന്യൂക്ലിയസ് ആക്ട് ആസ് എ മെയിൽ ന്യൂക്ലിയസ് ആൻഡ് thus it becomes clear that migratory pronucleus behaves as a male pronucleus. മറ്റേതോ സ്റ്റേഷനറി പ്രോന്യൂക്ലിയസ് ആക്ട് ആസ് എ ഫീമെയിൽ പ്രോന്യൂക്ലിയസ്. കാരിയോഗമി is significant in that it brings about 3 significant events. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്തൊക്കെ ഈ കാരിയോഗമി വഴിയാണ് 3 ഇവൻറ്റ്സ് വരുന്നത്. എന്തൊക്കെയാണ്? റെസിപ്രോക്കൽ എക്സ്ചേഞ്ച്. ഇതുവഴി കാരിയോഗമി വഴി
ഇതിൻ്റെ പേരാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഈ മൈഗ്രേറ്ററി ന്യൂക്ലിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു പറഞ്ഞില്ലേ, അതിൻ്റെ പേരാണ് കാരിയോഗമി. ഇതുവഴി റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് മൈക്രോ ന്യൂക്ലിയർ മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദ കോൺജുഗൻസ് വരുന്നു ഒരു ഇവൻ്റാണ്. അതേപോലെ തന്നെ ബ്ലെൻഡിങ് ഓഫ് ബൈപാരൻ്റൽ ജീൻസ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ആംഫിമിക്സിസ് ആൻഡ് ജെനറ്റിക് റീകോമ്പിനേഷനും ഇവിടെ നടക്കുന്നു. ഇതിന് ശേഷം കാരിയോഗമിക്ക് ശേഷം ഈ 2 കോൺജുഗൻസും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത കോൺജുഗൻസിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് കോൺജുഗൻസ്. ഈ സെപ്പറേറ്റ് ചെയ്ത കോൺജുഗൻസിലാണ് ഇനി അടുത്ത പ്രോസസ്സുകൾ നടക്കുന്നത്. ഇവ രണ്ടിലും ഡിപ്ലോയിഡ് ഫ്യൂഷൻ ന്യൂക്ലിയസ് അണ്ടർഗോസ് 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ. ഇപ്പോൾ ഇത് ഡിപ്ലോയിഡ് ഫ്യൂഷൻ ന്യൂക്ലിയസ് ആണല്ലോ, അപ്പോൾ ഫ്യൂസ് ചെയ്തല്ലോ, 2 ഹാപ്ലോയിഡ് മൈക്രോ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തുല്ലോ മൈഗ്രേറ്ററിയും സ്റ്റേഷനറിയും. ഇനി ഫ്യൂസ് ചെയ്ത ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യും, 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി 8 മൈക്രോ ന്യൂക്ലിയൈനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ക്രിയേറ്റ് ചെയ്ത 8 ന്യൂക്ലിയസിൽ 4 ഓഫ് ദം സൂൺ എൻലാർജ് ആൻഡ് ട്രാൻസ്ഫോം ടു മാക്രോ ന്യൂക്ലിയൈ. ഓഫ് ദ റിമൈനിങ് 4 ബാക്കിയുള്ള 4-ൽ 3 ഡിസപ്പിയർ ആവുന്നു. The single micronucleus still remaining divides mitotically and 2 accompanied or immediately followed by the division of the body into 2 daughter individuals. Okay. Each individual will receive 1 micronucleus. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള each individualum will receive 1 micronucleus by division and 2 macronucleus by distribution. ഇനി ഇപ്പോഴും ഈച്ച് ഡോട്ടർ ഇൻഡിവിജ്വൽ മൈക്രോന്യൂക്ലിയസ് ഒന്നുകൂടി ഡിവൈഡ് അഗെയിൻ ഫോളോഡ് ബൈ ദ ഡിവിഷൻ ഓഫ് ദ ബോഡി ഇൻറ്റു 2. Each daughter individual will receive 1 micronucleus by division and 1 macronucleus by distribution. അപ്പോൾ ഇതിൻ്റെ ഫോർമേഷൻ ഇവിടെ തീരുകയാണ്. Thus, 4 paramecia are formed by 2 repeated division of each X conjugate. ഇനി ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കോൺജുഗേഷൻ ചോദിക്കാറുണ്ട് ഇതിൻ്റെ സബ്ബായിട്ട് തന്നെ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെയാണ് പറയപ്പെട്ടിരുന്നത്: കോൺജുഗേഷൻ വാസ് റിഗാർഡ് ആസ് എ റീജുവനേഷൻ പ്രോസസ് എസെൻഷ്യൽ ഫോർ നോർമൽ എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ റേസ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബൈനറി ഫിഷൻ ഒക്കർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇൻ പ്രോഗ്രസീവ് ലോസ് ഇൻ ഫിസിയോളജിക്കൽ എഫിഷ്യൻസി ആൻഡ് ഗ്രാജുവൽ fall in the vigor and vitality among the members of a clone ഒക്കെ ഇതിന് റിസൾട്ട് ചെയ്യും. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷനിലേക്ക് ഇത് കടക്കും. അപ്പോൾ ഈ കണ്ടീഷനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇൻ സച്ച് കണ്ടീഷൻ ഫർദർ ഫിഷൻ ബിക്കംസ് ഇമ്പോസിബിൾ ആവും. അപ്പോൾ ദിസ് ലെഡ് ടു സെനസൻസ് ആൻഡ് ഡെത്ത്. ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഡിക്കയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺജുഗേഷൻ വാസ് ത്രോട്ട് ടു റീജുവനേറ്റ് ഇൻഡിവിജ്വൽസ് receiving their lost of dwindling powers of binary fission. But the view is now mostly, പക്ഷേ ഈ വ്യൂ ഇപ്പോൾ ഡിസ്കാർഡഡ് ആണ്. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ now held that conjugation has 2 major roles. It brings about heritable genetic variations through amphimixis and genetic recombination. അപ്പോൾ ഇറ്റ് ബ്രിങ്സ് ഹെറിറ്റബിൾ ജെനറ്റിക് വാരിയേഷൻസ് ഇത് കൊണ്ടുവരുന്നുണ്ട്. എന്ത് വഴി? ആംഫിമിക്സിസ് വഴിയും ജെനറ്റിക് റീകോമ്പിനേഷൻ വഴിയും. It affects a reorganization of macronucleus from micronuclear materials to increase the physiological efficiency of the organism. ഓക്കെ, അപ്പോൾ ഈ രണ്ടാണ് ഇതിന് ഇപ്പോൾ വരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺജുഗേഷൻ ഇൻവോൾവ്സ് റെസിപ്രോക്കൽ കാരിയോഗമി വിച്ച് ഇൻ ടേൺ ബ്രിങ്സ് അബൌട്ട് ആംഫിമിക്സിസ് ഓർ ബ്ലെൻഡിങ് ഓഫ് ബൈപാരൻ്റൽ ജെനറ്റിക് മെറ്റീരിയൽസ്. ആംഫിമിക്സിസ് ഇൻട്രൊഡ്യൂസസ് ന്യൂ ജീൻസ് ആൻഡ് ന്യൂ ജീൻ കോമ്പിനേഷൻസ് ഇൻ ടു ദ ന്യൂ ഇൻഡിവിജ്വൽസ്. ഈ ആംഫിമിക്സിസ് വഴി ന്യൂ ജീൻസും ന്യൂ ജീൻ കോമ്പിനേഷൻസും 2 ഇൻഡിവിജ്വലിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ദിസ് ഇൻ ടേൺ റിസൾട്ട് ഇൻ ജെനറ്റിക് വാരിയേഷൻ. Genetic variations by all means may increase fitness and survival value, promote അഡാപ്റ്റീവ് പൊട്ടൻഷ്യാലിറ്റീസ്. ഇതിന് വളരെയധികം നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറയില്ല, അതിന് സഹായിക്കും. എന്താ പറയുക, ജെനറ്റിക് വേരിയേഷൻസ് ഇൻക്രീസ് ഫിറ്റ്നസ്, ഇതിൻ്റെ ഫിറ്റ്നസ്സും ഇതിൻ്റെ ശക്തിയും സർവൈവ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റിയും, പിന്നെ അതുപോലെ തന്നെ പ്രൊമോട്ട് അഡാപ്റ്റീവ് പൊട്ടൻഷ്യാലിറ്റീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ജെനറ്റിക് സഹായിക്കും, ജെനറ്റിക് വേരിയേഷൻസ് സഹായിക്കും. അപ്പോൾ കോൺജുഗേഷൻ ഇവിടെ തീരാണ്. അപ്പോൾ നമ്മളിതിനെ കുറിച്ചിട്ട് കാരിയോഗമി ടൈപ്പ് സ്റ്റഡി നടത്തി. സാലിയൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ആദ്യം പഠിച്ചത്. മുന്നത്തെ
പിന്നെ പാരമീഷ്യത്തിൻ്റെ ടൈപ്പ് സ്റ്റഡി നടത്തിയ പാരമീഷ്യത്തിൽ ഔറീലിയ ഗ്രൂപ്പും ബർസേറിയ ഗ്രൂപ്പും ഉണ്ട്. അതിൽ ഔറേലിയയിൽ പെട്ടതാണ് പി ഗൗഡാട്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പാരമീഷ്യത്തിൻ്റെ ടൈപ്പ് സ്റ്റഡിയും കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നത് ക്ലാസിഫിക്കേഷൻ കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ പ്ലാസ്മോഡിയത്തിൻ്റെ ഇതുപോലെ ഒരു ടൈപ്പ് സ്റ്റഡി പോലെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇപ്പം നമുക്കിവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് നമുക്ക് പ്രൊട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷനിലേക്ക് അടുത്ത വോയിസ് തൊട്ട് തുടങ്ങാം. That's all for this video, and thank you for your sincere cooperation. We will continue soon in the next video. Okay, thank you.